ഹലോ, എൻ്റെ പേര് CJ ജോസഫ്. ഞാൻ കുറച്ച് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. പലർക്കും അറിയാൻ പോലത്തെ കുറേ കേസുകളുണ്ട്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്നൊരു കേസാണ്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മാർക്കറ്റിൽ അതിൻ്റെ മൂവിങ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാർക്കും അറിയാൻ പാടില്ല. ഏത് അംബാനി ആയാലും ശരി, എത്ര പണമുള്ള ആൾക്കാരായാലും ശരി, മാർക്കറ്റ് ഡിസൈൻ ചെയ്യണത് നമ്മുടെ ഒരു ബ്രെയിനുണ്ട്. അതാണ് ഏറ്റവും വലുത്. കാൽക്കുലേഷൻ എടുക്കേണ്ടത് ഡെയിലിയുള്ള വാച്ചിങ് കാര്യങ്ങൾ. എങ്ങനെ മാർക്കറ്റ് മൂവ് ആവും, എങ്ങനെ മേളിലോട്ട് പോകും, എങ്ങനെ താഴത്തോട്ട് പോകും. ഈ മൂവിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയോറിറ്റി ഉള്ള സാധനം. അത് 1-2 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഒരു 15 വർഷത്തിന് മേലെയായിട്ടുണ്ടാകും. ഇതിൻ്റെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ കുറേ കാശുകൾ പോയിട്ടുണ്ട്, കുറേ കാശുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറേ പഠിച്ച് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നമ്മൾ നിലനിർത്താം. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അറിയാവുന്ന കേസുകളെ പോലെ ഞാൻ പറഞ്ഞതിന് കൂടുതലും നമ്മുടെ പെട്ടെന്ന് കാശുണ്ടാക്കണമെന്നുള്ള രീതിയിൽ നടന്നിട്ട് കാര്യമില്ല. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അതെങ്ങനെ ഒരു 500-1000 ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിന് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്കാരാണെങ്കിൽ എന്നെ ബന്ധപ്പെടുക. എനിക്ക് ആരും കാശ് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കറണ്ട് അക്കൗണ്ട് എടുത്തിട്ട് അവരെ മറ്റേ അക്കൗണ്ട് എടുത്തിട്ട് ഷെയറിൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇത് മാത്രം ഞാൻ ചെയ്തു കൊടുത്തോളൂ. പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇരുത്തിയിട്ട് അവരെ എങ്ങനെ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാഴ്ച ഇരുന്നിട്ട് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുക. ഞാൻ പറയും ഇന്ന ഷെയർ എടുക്കുക, അതങ്ങനെ ചെയ്തിട്ട് ഇത് പറയുന്നത് മെയിനായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്താണ്. എന്താണ്, ആ പിള്ളേർക്ക് പലരും പൈസ കൊണ്ട് കളയുന്നൊരു വ്യക്തികളാണ് ഇപ്പോൾ കൊണ്ടേ. ഇപ്പം നമുക്കൊരു മാതാപിതാക്കളാകുമ്പോൾ ഒരു 50,000 കൊടുക്കുക അവർക്ക്. ഇതിൽ നിന്ന് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും, അത് ഫുൾ ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാനും പറ്റില്ല. ഷെയറിൻ്റെ മാർക്കറ്റാണ്. മാക്സിമം അതിൽ ചെയ്യാനുള്ള ലൂപ്പ് കോളുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുക. അതങ്ങനെ സ്റ്റോപ്പ് മെമ്മോ എങ്ങനെ ചെയ്യണം, അത് കയറി വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടോ കുറേ ആൾക്കാർ വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട് സ്വദേശം പാലാരിവട്ടമാണ്. ഞാനൊരു ബിസിനസ് മാനാണ്. പക്ഷേ എന്നാലും 15 വർഷത്തൊരു എക്സ്പീരിയൻസ്, ഭയങ്കര എക്സ്പീരിയൻസാണ്. എൻ്റെ ഒരു 10-25 ലക്ഷം എൻ്റെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് വേറെ കേസ്. അത് കോൺഫിഡൻ്റാണ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു 50,000 ഇറക്കി കഴിഞ്ഞാൽ നമ്മത് ആദ്യം ചെറുതിൽ നിന്ന് പഠിച്ചിട്ട് വേണം വലുതിലോട്ട് പോകാൻ. പക്ഷെ അത് കാശ് കിട്ടിക്കഴിയുമ്പോൾ ചിലവർക്ക് ആക്രാന്തം തോന്നും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അതിൽ നിന്ന് പോകുന്ന ലോസ് ഭയങ്കര ലോസായിരിക്കും. പിന്നെ നമുക്ക് തിരിച്ച് കയറി വരാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ബിസിനസ് മാനായതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി വന്നു. മറ്റുള്ളവർക്ക് അങ്ങനെ കയറി വരാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ഇന്ന് അഡ്വാൻസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പിള്ളേരെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമുകളായിട്ടുണ്ടാവും. അവർക്ക് ഒരു രാവിലെ 9 മണി തുടങ്ങി 3 മണി വരെ 3:30 മണി വരെ എൻ്റർടൈൻ ചെയ്യാനുള്ളൊരു കാര്യമാണ്. അവർക്ക് 50,000 ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 കിട്ടാനുള്ള പ്രോഫിറ്റ് എങ്ങനെ വന്നാലും ഒരു 700-800 വന്ന ഡെയിലി വന്ന ഒരു കളക്ഷൻ നമ്മുടെ സേവിങ് മൈൻഡ് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരും പ്രോഫിറ്റും ഒരു കാര്യം വേണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഫുൾ ടൈം ചെയ്യാറില്ല. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചില ടൈമിന് മാത്രമേ ഇരിക്കുകയുള്ളൂ. ചില ടൈമിലിരുന്നാലും ഈ കണ്ടിന്യൂ ഇത് നോക്കുന്നവർക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൈനോട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചില ടൈമിലേക്ക് എനിക്ക് ലോസും വരാറുണ്ട്. പക്ഷേ ലോസ് വന്ന പിറ്റേ ദിവസം ഞാൻ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അന്നേരം അങ്ങനെയുള്ള കുറേ കേസുകളുണ്ട്. അന്നേരം ദയവ് ചെയ്ത് നിങ്ങളുടെ പിള്ളേർക്ക് ഒരു മാതാപിതാക്കൾ പിള്ളേർക്ക് ഒരു മാക്സിമം ഒരു മെച്യൂർഡ് ആയ ആൾക്കാരെ ആയിരിക്കും നല്ലത്. ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേർ ആകുമ്പോൾ സംഗതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും. അവർക്ക് നാളത്തെ നിഫ്റ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത്, എങ്ങനെയാണ് ഡൗൺ ചെയ്യണത്, തലേദിവസത്തെ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒന്ന് അറിയാനുള്ളൊരു ഇതുണ്ടെങ്കിൽ
അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ വേറെ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരെല്ലാം വഴിതെറ്റി പോകാനുള്ള മെയിൻ കാരണം ആൾക്കാരെല്ലാവരും ഫ്രീ ആണ്. ആര് വിളിച്ചാലും അങ്ങാടും ഇങ്ങാടും പോകും. പക്ഷെ ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ 3.5 മണി നേരം നമ്മുടെ കൂടെ ഈ ഷെയർ മാർക്കറ്റിൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിള്ളേരെ നോക്കിയാൽ മതി. അത് നമ്മുടെ നോക്കേണ്ട കാര്യം, മാതാപിതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു 50,000 രൂപ. അത് ഓവർ ഇതായിട്ടൊന്നും ചെയ്യണ്ട. അവർ ചെറു പ്രായത്തിൽ